ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എവറിത്തിങ് ഫോർ അസ്. ഞാൻ ഏഞ്ചൽ. ഇന്ന് ഞാൻ ആജിയ കുർത്തി ഹാളാണ് ചെയ്യുന്നത്. ഈ കുർത്തീസൊക്കെ നല്ല ഡിസ്കൗണ്ട് കിട്ടിയ സമയത്ത് 60% ഡിസ്കൗണ്ടിലാണ് വാങ്ങിച്ചത്. നല്ല ലാഭമാണ് ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ. നമുക്ക് ഒരു കുറഞ്ഞ പ്രൈസ്, അതായത് 210 രൂപയ്ക്ക് ഇങ്ങനെ കുർത്തി കിട്ടണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. സിംഗിൾ കുർത്തി വാങ്ങിക്കുമ്പം ഈ ഒരു പ്രൈസിന് നമുക്ക് കിട്ടില്ല. പിന്നെ അതുമല്ലാതെ ഇതിനകത്ത് റയോൺ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ കോട്ടൺ ഫാബ്രിക് ഉണ്ട്. ഈ രണ്ട് ഫാബ്രിക്കാണ് ഞാൻ അധികം വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബ്രാൻഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ആവാസയുണ്ട്, ഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതിലും ഞാൻ വേറെ വേറെ സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം ഇത് എല്ലാം എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, എൻ്റെ ഫ്രണ്ട്സിനും പിന്നെ എൻ്റെ നെയ്ബേഴ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അവർക്കും കൂടെ ചേർത്താണ് ഞാനിത് വാങ്ങിക്കുന്നത്. കാരണം ഓരോ കുർത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈസിന് കിട്ടില്ല. അപ്പോൾ ഒരുമിച്ച് വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രൈസിന് കിട്ടും. അപ്പോൾ ഷെയർ ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഇത്രയും നല്ല കുർത്തീസൊന്നും ഈ ഒരു ചെറിയ എമൗണ്ട് 210 രൂപയ്ക്ക് നമുക്ക് എവിടുന്ന് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് വളരെ ലാഭമാണ്. ഞാൻ എല്ലാ കുർത്തീസും ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിന് മുന്നേ ഇതിനകത്തുള്ള കുർത്തീസൊക്കെ ഏതാണെന്ന് കാണിച്ചു തരാം. ഇത് കോട്ടൻ്റെ കുർത്തിയാണ്. ഇതിനകത്ത് കോട്ടൺ ഉണ്ട്, റയോണും ഉണ്ട്. വേറെ പിന്നെ എന്താ പറയുക, വേറെ ഫാബ്രിക്കൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഈ രണ്ട് ഫാബ്രിക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് ഞാൻ ആഫ്റ്റർ വാഷ് റിവ്യൂ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കളറൊന്നും പോകുന്നില്ല. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഫാബ്രിക്കാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റി ആണെങ്കിലും നല്ല സ്റ്റിച്ചിങ് ആണ്. നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. പക്ഷേ നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വാങ്ങി കാർട്ടിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിലത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. പിന്നീട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ വരുന്ന സമയത്ത് ഞാൻ സാധാരണ ചെയ്യാറ്, ഇപ്പം ഞാനൊരു 10 കുർത്തിയാണ് വാങ്ങിക്കുന്നതെങ്കിലും ഞാനൊരു 20 കുർത്തി ഞാൻ കാർട്ടിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും അത് റിമൂവ് ചെയ്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ആദ്യത്തെ കുർത്തി. കോട്ടൺ കുർത്തിയാണ്. ഫ്രണ്ടിൽ മുഴുവൻ ഇങ്ങനെ ഒരു ഡിസൈനാണ് വെച്ചിരിക്കുന്നത്. റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കിൽ വി കട്ട് ഷേപ്പാണ് ഉള്ളത്, ചെറിയൊരു ഷേപ്പ്. പിന്നെ നോക്കിക്കഴിയുമ്പോൾ താഴേക്ക് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്ററും 7 സെന്റിമീറ്ററും ഉണ്ട്. വേണ്ട, ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പം നമുക്ക് സാധാരണ ചുരിദാറായിട്ട് ഉപയോഗിക്കാം. ലെങ്ത് കുറവല്ല, നല്ല ലെങ്ത് ഉണ്ട്. ഹൈറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ കുറവായിട്ട് തോന്നും. പിന്നെ ഇതിന്റെ സ്ലീവ് എന്ന് പറഞ്ഞാൽ 3/4 സ്ലീവാണ്. സ്ലീവിന്റെ താഴെയും കഴുത്തിലുള്ള അതേ ഡിസൈൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് നല്ല കോട്ടൺ ആണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള കോട്ടൺ അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ കൈ ഞാൻ ഉള്ളിൽ വെച്ചിട്ടും കാണുന്നില്ലല്ലോ. അപ്പം അത്യാവശ്യം തിക്കുണ്ട്. പിന്നെ ഇത് നമുക്ക് അലക്കി കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും ഈ ഒരു ഫാബ്രിക്. ആ ഒരു ടൈപ്പാണ്. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും കോട്ടൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് എം സൈസ് ആണെങ്കിലും, എം സൈസ് ടൈറ്റായി നിൽക്കുന്നതാണെങ്കിലും ആവാസയുടെ ബ്രാൻഡ് ആകുമ്പോൾ നെക്സ്റ്റ് സൈസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോട്ടൺ മെറ്റീരിയൽ വാഷ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നല്ലതായിരിക്കും. നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിനകത്ത് വേറെ ഡിസൈനും അങ്ങനെയൊന്നുമില്ല. സൈഡിൽ 2 സൈഡിലും സ്ലിറ്റ് ഉണ്ട്. നല്ല സ്ലിറ്റാണ് വെച്ചിരിക്കുന്നത്. താഴെ സ്ട്രെയിറ്റ് സാധാരണ കട്ടിംഗ് ആണ്, പ്ലെയിൻ ആയിട്ടുള്ള കട്ടിംഗ് ആണ്. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. ഇതാണ് അടുത്ത കുർത്തി. ഇതും ആവാസയുടെ തന്നെയാണ്. ഡാർക്ക് ബ്ലൂ കളറാണ്. ബ്ലൂ കളറിന് നടുവിൽ ഇതേപോലെ നല്ല കോൺട്രാസ്റ്റ് കളറിൽ ഡിസൈൻ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാന്. പിന്നെ ഇവിടെ 2 ടസലും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിരട്ടയുടെ ബട്ടൺസും വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ഡാർക്കാണ്. ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് നേരിൽ കാണുമ്പം. ഇത് ഞാൻ XXL സൈസാണ് വാങ്ങിച്ചത്. എൻ്റെ ഒരു നെയ്ബറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ അതേപോലെ തന്നെ ലെങ്ത് ഒരേ ലെങ്ത് ആണ്. പക്ഷെ വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിഡ്ത്ത് ഉണ്ട്. ഞാനിത് കാണിച്ചു തരാം, അളന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഏകദേശം ഇവിടെ ഷോൾഡർ ആണെങ്കിൽ നമുക്ക് ഷോൾഡർ നോക്കാം. ഷോൾഡർ 40 സെന്റിമീറ്റർ ഉണ്ട് ഇതിന്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയണത്. പിന്നെ ലെങ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മീറ്ററും 7 സെന്റിമീറ്ററുമാണ് ഉള്ളത്. സ്ലീവും അതേപോലെ തന്നെ സ്ലീവും 3/4 സ്ലീവാണ്. നല്ല ഭംഗിയുണ്ട്. സ്ലീവിന്റെ താഴെയും ഇതേപോലെ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ഹാൻഡ് സ്റ്റിച്ചിങ് പോലെയുണ്ട് കാണുമ്പോൾ. ഈ മെറ്റീരിയലും കോട്ടൺ ആണ്, നല്ല കോട്ടൺ ആണ്. കോട്ടണില് ഒരു എന്താ പറയുക, ഒരു ഡോട്ടഡ് ഡിസൈൻ ആണ്. നല്ല ഭംഗിയുണ്ട് കണ്ട, ഉള്ളിൽ കൂടെ ഇങ്ങനെ പോണ പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ചൊരു ഗ്ലൈസിങ് ഉണ്ട് ആ ഉള്ളിൽ കൂടെ പോണ മെറ്റീരിയലിന്. നമ്മൾ കൈ ഇങ്ങനെ വെച്ചാലും കൈയൊന്നും കാണുന്നൊന്നുമില്ല. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇപ്പം ഞാൻ ഈ കയ്യിലുള്ള ഗോൾഡിൻ്റെ ഇത് ഇങ്ങനെ റിങ് ഉള്ളിൽ കാണുമ്പോൾ തിളങ്ങുന്നുണ്ട്. അതല്ലാതെ കൈയൊന്നും കാണുന്നില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇടാൻ പറ്റും. കോട്ടൺ ആയതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. ഞാൻ ഇതിന് മുന്നേ ആവാസയുടെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിയിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ചും കൂടെ നേരിട്ട് കാണുന്നതിനേക്കാളും തിക്കാവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാം. ഇതിൻ്റെ താഴെ അതേപോലെ തന്നെ 2 സൈഡിലും സ്ലിറ്റ് ഉണ്ട്. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആണ്, വേറെ ഡിസൈൻ ഒന്നുമില്ല. ഇതിൻ്റെ അതേപോലെ സ്റ്റിച്ചിങ്ങും നല്ല സ്റ്റിച്ചിങ് ആണ്. ചെറിയ സ്റ്റിച്ചിങ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേറെ എക്സ്ട്രാ സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല. നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഓവർലോക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ഒരു സ്റ്റിച്ച് ഇടേണ്ട
ആവശ്യമേ ഇല്ല. ഇവിടെ അതേപോലെ നോക്കൂ, ഈ സൈഡിൽ സ്ലിറ്റിന്റെ അവിടെ മേലെ ഒരു എക്സ്ട്രാ ഫാബ്രിക് വെച്ച് നല്ല കട്ടിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ കീറി പോകില്ല. ചിലതൊക്കെ സ്ലിറ്റ് കണ്ടിട്ടില്ല, നമ്മൾ വലിച്ചിടുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നല്ല കട്ടിയിൽ ഒരു ഇങ്ങനെ സ്ക്വയർ പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പൊട്ടിപ്പോകുന്ന ഒരു പേടിയെ നമുക്ക് വേണ്ട. ഇനി നമുക്ക് അടുത്ത കുർത്തി എന്ന് പറയുന്നത് പീച്ച് കളർ കുർത്തിയാണ്. ഇത് ആവാസയുടെ ബ്രാൻഡാണ്. ഇതിന്റെയും ഒറിജിനൽ പ്രൈസ് 499 രൂപയാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ലാർജ് സൈസാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഷോൾഡർ ലെങ്ത് ശരിക്കും 37 സെന്റിമീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് നെക്ക് റൗണ്ട് നെക്കിൽ മുന്നിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ആവുന്ന മാതിരി ഒരു ഡിസൈനാണ്. പിന്നെ നീളത്തില് ബട്ടൺസ് വെച്ചിട്ടുണ്ട്. ഗോൾഡൻ കളർ ഒരു ത്രെഡിൽ റാപ്പ് ചെയ്തൊരു ബട്ടൺസ് ആണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കോട്ടൺ ആയതുകൊണ്ട് ലൈറ്റാണ്, ഭയങ്കര ലൈറ്റ് ഫാബ്രിക്കാണ്, തിന്നായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്, വലിയ കട്ടിയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഷ്രിങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് മുഴുവൻ പ്രിന്റ് ആണ്. വാഷ് ചെയ്ത് കഴിയുമ്പം ഇതിന് കളർ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഇതിന് മുന്നേ ഞാൻ വാങ്ങിച്ച ആവാസയുടെ ബ്രാൻഡിന്റെ പ്രിന്റിനൊന്നും കുഴപ്പം വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരാതിരിക്കാനാണ് ചാൻസ്. പിന്നെ ഇതിന്റെ 3/4 സ്ലീവ് ആണ്. 3/4 സ്ലീവിൽ ഇതേപോലെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഉള്ളിൽ നമുക്ക് മടക്കി വെക്കാൻ വേണ്ടി സ്ട്രാപ്പും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ലീവ് അവർ ഓൾറെഡി മടക്കി വെച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് മടക്കി വെക്കാം. അപ്പൊ ഉള്ളിലെ ഭാഗത്ത് പ്ലെയിൻ ആണ്. മടക്കി വെച്ച് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ വേറെ ഡിസൈനിൽ നിൽക്കുന്ന പോലെയും തോന്നും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ. നല്ല ഭംഗിയുണ്ട്. മെറ്റീരിയൽ മാത്രം കുറച്ച് തിന്നാന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, കുറച്ച് തിന്നാണ് മെറ്റീരിയൽ, നല്ല കട്ടിയില്ല. പക്ഷെ ഡാർക്ക് കളർ നേരത്തെ കണ്ട ബ്ലൂവിനൊക്കെ നല്ല കട്ടിയുണ്ട്, ഇതിനേക്കാളും കട്ടിയുണ്ട് മറ്റേത് നോക്കുമ്പോൾ. ഇങ്ങനെയാണ് ഫാബ്രിക് ഇരിക്കുന്നത്, നല്ല തിന്നാണ്. ഇതിന്റെ സൈഡിൽ രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട്. സ്റ്റിച്ചിങ് ആണെങ്കിൽ ഇതിന്റെ കുഴപ്പമൊന്നും പറയാനില്ല, നല്ല സ്റ്റിച്ചിങ് ആണ്. കുഞ്ഞ് സ്റ്റിച്ചിങ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഉള്ളിൽ അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ ഒരു ഹൈലൈറ്റ് നോക്കൂ, ഇവിടെ ഒരു കഷ്ണം എക്സ്ട്രാ ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വലിച്ചിടുകയാണെങ്കിൽ പൊട്ടിപ്പോവില്ല. നമുക്ക് ടൈറ്റ് ആയിട്ട് ഇട്ടാലും സാധാരണ ചുരിദാറിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില റെഡിമെയ്ഡിനൊക്കെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഇവിടുന്ന് സ്ലിറ്റ് ഇങ്ങനെ പൊട്ടിയിട്ട് മേലേക്ക് കയറി പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇതിന് വരില്ല, നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം എല്ലാവർക്കും ഉള്ളത് അറിഞ്ഞിട്ടായിരിക്കണം ഈ ഒരു എക്സ്ട്രാ ഒരു സ്ക്വയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് വലിച്ചിട്ടാലും ടൈറ്റ് ആയിട്ട് ഇട്ടാലും പൊട്ടിപ്പോലെ, നമുക്ക് പേടിക്കേ വേണ്ട. ഇനി അടുത്ത കുർത്തി കാണാം. ഇനിയുള്ളതൊരു ബ്ലൂ കളർ കുർത്തിയാണ്. ഇതും കോട്ടൺ ഫാബ്രിക് ആണ്. ഇതും ആവാസയുടെ ബ്രാൻഡാണ്. ഇതിലും ഒരു ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, ഒരു എക്സ്ട്രാ ബട്ടണും ഒരു ടാഗിൽ തന്നിട്ടുണ്ട്. ഇതിന്റെ വിഡ്ത്ത് ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 സെന്റിമീറ്റർ ആണ് ഉള്ളത്. ഇത് മാൻഡറിൻ കോളറാണ്. മേലെ കോളർ വെച്ചിട്ടാണ്, മേലെ വരെ കയറി നിൽക്കും. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ബട്ടൺ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തുള്ള ഇവിടെ വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും, ഈ ബട്ടൺ വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് രണ്ട്, ഈ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ബട്ടൺ അല്ല, ഇത് ശരിക്കും എംബ്രോയിഡറി വെച്ച് ഗ്ലാസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ടൈപ്പ് ആണ്. പിന്നെ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് 3/4 സ്ലീവ് ആണ്. ഇതിന്റെ സ്ലീവിന് നല്ല നീളമുണ്ട് കേട്ടോ, ഇത് സ്മോൾ സൈസ് ആണ്. ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ സ്ലീവിന് 42 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇടാൻ പറ്റും. ഇത് കുറച്ച് കയറി നിൽക്കുന്നതാണ്. ശരിക്കും 42 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് ഉള്ളത്. ഇതിന്റെ കൈയിന്റെ സൈഡിലും ഇതേപോലെ തന്നെ ആ കഴുത്തിലുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന അതേ കളറിന്റെ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട്. താഴെ നോർമൽ കട്ടിംഗ് ആണ്, സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ്. മുന്നിലും ബാക്കിലും ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ആവാസയുടെ ബ്രാൻഡിന്റെ ഒക്കെ സൈഡിൽ ഇതേപോലെ ആവാസേന്റെ സിമ്പിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ കുർത്തി ഇട്ടിരിക്കുന്നത് കണ്ടാൽ അറിയാൻ പറ്റും അവരുടെ ബ്രാൻഡാണോ അല്ലയോ എന്നുള്ളത്. നല്ല സ്റ്റിച്ചിങ് ആണ്, ചെറിയ സ്റ്റിച്ചിങ് ആണ്. ഇത് രണ്ട് കളർ ഇരിക്കുന്നതുകൊണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ശരിക്കും സ്റ്റിച്ചിങ് കാണുന്നില്ല, അത്രയും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെയും അതേപോലെ തന്നെ ഉള്ളിൽ എല്ലാത്തിന്റെയും ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ അവർ ഇതേപോലെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ടൈറ്റായിട്ട് ഇടാൻ പറ്റും, ടൈറ്റായിട്ട് ഇട്ടാലും പൊട്ടിപ്പോവില്ല. ഇനി ഞാൻ അടുത്ത കുർത്തി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അടുത്ത കുർത്തി. ഇതും ആവാസയുടെ തന്നെ ബ്രാൻഡാണ്. നേവി ബ്ലൂ ആണ്, നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിന്റെ നടുവിൽ ഇതേപോലെ കോൺട്രാസ്റ്റ് കളറിൽ യെല്ലോയിലും ലൈറ്റ് ബ്ലൂവിലും എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. പ്രിന്റ് അല്ല, എംബ്രോയിഡറി ആണ്. ഇത് മീഡിയം സൈസാണ്. മീഡിയം സൈസിന്റെ ഷോൾഡർ 34 സെന്റിമീറ്റർ വിഡ്ത്ത് ഉണ്ട്. പിന്നെ ഇതിന്റെ സ്ലീവ് ഇതേപോലെ 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ താഴെയും ഇതേപോലെ എംബ്രോയിഡറി തന്നെയാണ് ചെയ്തിരിക്കുന്നത്, നോർമൽ സ്റ്റിച്ചിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക കോട്ടൺ ഫാബ്രിക്കില് മേലെക്കൂടെ മുഴുവനും ഒരു എന്താ പറയുക ഒരു ഗ്ലൈസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ഡബിൾ ഷെയ്ഡ് ഒരു എഫക്റ്റ് കാണിക്കുന്നുണ്ട്, ഡാർക്ക് ബ്ലൂവും അതേപോലെ ഒരു ഗ്ലൈസിംഗ് ഉള്ള ഒരു ബ്ലൂവിന്റെയും ഒരു എഫക്റ്റ് ഉണ്ട് നേരിട്ട് കാണുമ്പോൾ.
പിന്നെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 97 സെന്റിമീറ്ററേ ഉള്ളൂ. അപ്പൊ നല്ല നീളമുള്ളവർക്കാണെങ്കിൽ ശരിക്കും ഈ ലെങ്ത് പറ്റില്ല. പിന്നെ ഇതിന്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് ആണ്, രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട്. താഴെ ഫ്രണ്ടില് സാധാരണ കട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചിങ്ങിനും ഒരു കുഴപ്പമില്ല, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഉള്ളിലും ഇതേപോലെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഫാബ്രിക് വെച്ച് 4ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സൈഡിൽ പൊട്ടിപ്പോവില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടിയുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇനി ഞാൻ അടുത്ത കുർത്തി കാണിച്ചു തരാം. ഇനിയുള്ളത് ആവാസയുടെ ഗ്രേ കളർ കുർത്തിയാണ്. ഇത് റയോൺ ഫാബ്രിക് ആണ്. റയോൺ ഫാബ്രിക്കിൽ ബ്ലൂവും യെല്ലോ കളറും ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. സെൻട്രലാണെങ്കിൽ ഗോൾഡൻ കളർ ബട്ടൺ ആണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, ശരിക്കും ഒരു ഗോൾഡിന്റെ ലുക്ക് ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ബട്ടണും അവർ ടാഗിൽ തന്നിട്ടുണ്ട്, ടാഗിന്റെ കൂടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൽ. ഇത് എക്സസ് ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന്റെ നെക്ക് അവിടെ ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 സെന്റിമീറ്റർ ആണ്. പിന്നെ ഇതിന്റെ ലെങ്ത് ആണ്, നല്ല ലെങ്ത് ഉണ്ട്. ഹൈറ്റ് കൂടി സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ, മെലിഞ്ഞ കുട്ടികൾക്കൊക്കെ നന്നായി സ്യൂട്ടാവും. 105 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. ഇത് ലോ ഹൈ കുർത്തിയാണ്. പുറകിൽ 105 സെന്റിമീറ്ററും ഇവിടെ ഇത്രയും കുറവുമാണ്. നല്ല ഭംഗിയിൽ നിൽക്കും. നല്ല ബ്ലൂ കളർ ലെഗിന്റെ കൂടെയോ അല്ലെങ്കിൽ യെല്ലോ കളർ ലെഗിന്റെ കൂടെയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഇത് ശരിക്കും ഇത് യെല്ലോ അല്ല, ഗോൾഡൻ കളറാണ്. കാണുമ്പോൾ യെല്ലോ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗോൾഡൻ കളർ പാൻറ് ഒക്കെ കിട്ടില്ലേ ലെഗിൻ, അതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിന്റെ ബട്ടൺസും ശരിക്കും ഒരു ഗോൾഡന്റെ പീസ് വെച്ച പോലെയാണ്. 3/4 സ്ലീവ് ആണ്. സ്റ്റിച്ചിങ് ആണെങ്കിലും ചെറിയ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയും അതേപോലെ തന്നെ സൈഡിൽ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഉള്ളിലും അതേപോലെ ഓവർലോക്കും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും കാണിച്ചു തരാം. എല്ലാ ഫാബ്രിക്കിനും ഈ ആവാസയുടെയും ഫ്യൂഷന്റെയും ഒക്കെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊട്ടിപ്പോകുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. നല്ല ഭംഗിയുണ്ട്. റയോൺ ഫാബ്രിക് ആണ്. ഇനി ഞാൻ അടുത്ത കുർത്തി കാണിച്ചു തരാം. ഇനിയുള്ളത് ഇതൊരു യെല്ലോ കളർ കുർത്തിയാണ്. റയോൺ ഫാബ്രിക് ആണ്. ഇതും ആവാസയുടെ ബ്രാൻഡാണ്. ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടില് നല്ല ഡാർക്ക് ബ്ലൂ കളറിലാണ് ഈ ബട്ടൺസ് വെച്ചിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ കറുപ്പാന്ന് തോന്നുന്നു, അത്രയ്ക്കും ഡാർക്കാണ്. ഇതിന്റെ ഫ്ലോറൽ ഡിസൈൻ ആണ് മുഴുവൻ ഫാബ്രിക്കിലുള്ളത്. ഇതിന്റെ കൈ എന്ന് പറഞ്ഞാൽ 3/4 സ്ലീവ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അഴിക്കാൻ പറ്റില്ല. ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് മടക്കി വെച്ച് ആ സ്ട്രാപ്പ് വെച്ച് ബട്ടൺ ഇട്ട പോലെ നമുക്കിത് മടക്കി വെച്ച് തന്നെ ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഈ കുർത്തി ഇതിന്റെ ഈ ബട്ടൺസ് ഒക്കെ വരുന്നതിനകത്ത് എപ്പോഴും ഒരു എക്സ്ട്രാ ബട്ടൺ ഉണ്ടാവും. ഒന്നെങ്കിൽ ടാഗിൽ ഉണ്ടാവും, അല്ലെങ്കിൽ താഴെ ഈ ഫാബ്രിക്കിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ടാഗിലില്ല. അപ്പൊ ഞാൻ ഉള്ളിൽ നോക്കുകയാണ്. ഉള്ളിൽ ഇവിടെ ഈ ടാഗിന്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ബട്ടൺ പോയാലും നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ 100% വിസ്കോസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് റയോൺ ഫാബ്രിക് തന്നെയാണ്. കണ്ടോ, ഇത് കുറച്ച് ലൈറ്റ് ആണ് കേട്ടോ. കുറച്ച് എന്താ പറയാ, സാധാരണ റയോണിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് കനം കുറവാണ്. അപ്പൊ നമുക്ക് ശരിക്കും ഇടുമ്പോൾ ഉള്ളിൽ നല്ലൊരു ഇന്നറൊക്കെ ഇടേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ട് തോന്നും. കാരണം ഇത് ശരിക്കും റയോൺ എന്ന് പേരേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് കോട്ടന്റെ ആ ഒരു ടെക്സ്ചറാണ് ഉള്ളത്. ഇങ്ങനെ വെക്കുമ്പോൾ കൈ കാണുന്നില്ല, പക്ഷെ എന്നാലും ശരിക്കും വെയിലത്തൊന്നും ഇടാൻ പറ്റില്ല. കുറച്ച് തിന്നാണിത്. പിന്നെ ഇതിന്റെ താഴെ എന്ന് പറഞ്ഞ ഡിസൈന് ഓവൽ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നല്ലൊരു ഭംഗിയുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ഈ ഇതിൽ കാണുന്ന ബ്ലൂ കളറോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ആണ്. ശരിക്കും എനിക്കൊന്ന് ബ്ലാക്കാ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും ഡാർക്കാണ് ഈ ഒരു ഡിസൈന്. അപ്പൊ നമുക്ക് ബ്ലാക്ക് ഇട്ടാലും നന്നായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കുർത്തി. സ്ലീവ്ലെസ് കുർത്തിയാണ്. റയോൺ ഫാബ്രിക് ആണ്. ഇത് ഫ്യൂഷന്റെ ബ്രാൻഡാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എക്സസ് സൈസാണ്. ഇത് ശരിക്കും നല്ല നീളമുള്ള കുട്ടികൾക്കൊക്കെ ഫിറ്റ് ആവും. കാരണം ഇതിന്റെ ഷോൾഡർ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 സെന്റിമീറ്ററും പിന്നെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 സെന്റിമീറ്റർ ലെങ്ത്തും ഉണ്ട്. ഇതിന്റെ സെന്ററിൽ മുഴുവൻ ഇതേപോലെ നീളത്തിൽ പിങ്ക് കളർ, റാണി പിങ്ക് കളറിലാണ് ബട്ടൺസ് വെച്ചിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ് കളറിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു കളറിൽ ലെഗിൻ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് സ്യൂട്ടാവും. ഈ സ്ലീവ്ലെസ് കുർത്തി വരുന്നതിനൊക്കെ ഇതിന്റെ ഉള്ളിൽ കുർത്തിക്ക് സ്ലീവ് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ പീസ് ഉണ്ട്. അപ്പൊ നമുക്കത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. കുഞ്ഞ് സ്ലീവേ ഉണ്ടാവുള്ളൂ. അല്ലാതെ സ്ലീവ്ലെസ് ഇടുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഷ്രഗ് ഉപയോഗിച്ച് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഈ പിങ്ക് കളർ ഷ്രഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതിന്റെ സൈഡിൽ ഇതേപോലെ ഓപ്പൺ ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റിച്ചിങ് നല്ല സ്റ്റിച്ചിങ് ആണ്. ഇതിന്റെ ഇവിടെ അതേപോലെ തന്നെ നേരത്തെ കാണിച്ച കുർത്തിയുടെ പോലെ തന്നെ നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊട്ടിപ്പോവില്ല, ടൈറ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഓപ്പൺ ഉണ്ട്.
അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ലോ ഹൈ അല്ല, സ്ട്രെയിറ്റ് ഒരേപോലെ തന്നെയാണ് എൻ്റെ സ്റ്റിച്ചിങ്. ഞാനത് വലിച്ചുകൊണ്ട് താഴേക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും നീളത്തിൽ ഓപ്പൺ ഉണ്ട്. അപ്പോൾ നല്ല ഈ ഒരു പിങ്ക് കളർ ലെഗിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അല്ലെങ്കിൽ കട്ടിയും നല്ല കട്ടിയുണ്ട്, നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇട്ട് ഉപയോഗിക്കാൻ പറ്റും. ഡാർക്ക് കളേഴ്സ് വരുന്നതിനൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ലൈറ്റ് കളർ വരുമ്പോൾ മാത്രമാണ് ഈ ഫാബ്രിക്കിന് കുറച്ചൊരു കളർ അല്ലെങ്കിൽ തിക്നെസ് കുറവ് പോലെ തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.